പ്രകൃതി ദുരന്തങ്ങൾ തുടച്ചു നീക്കിയ മനുഷ്യജീവിതങ്ങൾ. ഒരായുസ് മുഴുവൻ കെട്ടിപ്പടുത്ത ജീവിതം കോരിച്ചൊരിയുന്ന മഴയും കുത്തിയൊലിച്ചെത്തുന്ന വെള്ളവും മണ്ണുമൊക്കെ എടുത്തുകൊണ്ടുപോകുന്നത് നിസ്സഹായതയോടെ കണ്ടു നിൽക്കേണ്ടി വരുന്നവർ, ഒന്നും അറിയാതെ മണ്ണിനടിയിലേക്ക് പോയവർ, അങ്ങനെ കേരള ജനതയോളം കെടുതികൾ അനുഭവിക്കേണ്ടി വന്ന ജനജീവിതം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്രത്തോളം പ്രകൃതി ദുരന്തങ്ങൾ തലമുറകളുടെ സാക്ഷിയായിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ നീണ്ട ദുരിതക്കാഴ്ചയുടെ അധ്യായങ്ങൾ ഇന്നും അവസാനിക്കാതെ തുടരുകയാണ്. ഒടുവിലിത നേരം പുലരും മുമ്പ് ഒരു നാട് ഒഴുകിപ്പോയിരിക്കുന്നു. ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ ബാക്കിയായ ജീവനുകളെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് അവിടെയുള്ളവർ. തിരിച്ചറിയാനാകാത്ത വിധം മാറിമറിഞ്ഞ ഭൂപ്രകൃതിയാണ് ഇന്ന് മുണ്ടക്കയും ചൂരൽമലയും. തിരച്ചിൽ എത്രനാൾ നീളണമെന്ന് നിശ്ചയമില്ല. കാണാതായവരുടെയും മരണപ്പെട്ടവരുടെയും കണക്കുകൾ കൂട്ടിവെച്ചാൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരിക്കും മുണ്ടക്കയിലെ ഉരുൾപൊട്ടൽ. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടെ സംസ്ഥാനത്തുണ്ടായ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം 2018 മഹാപ്രളയമായിരുന്നു. കരകവിഞ്ഞൊഴുകിയ പുഴയും വെള്ളപ്പൊക്കവും അന്ന് കവർന്നെടുത്തത് 483 ജീവനുകളായിരുന്നു. 15 പേരെ കാണാതെയുമായി. 30,000-ലധികം പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. സംസ്ഥാനത്തിൻ്റെ 1/6 മനുഷ്യരെയും പ്രളയം ബാധിച്ചതായാണ് സർക്കാരിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്തെ 35 ഡാമുകൾ തുറന്നു. ഇടുക്കി ഡാം തുറന്നത് 26 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു. സാധാരണയേക്കാൾ 96% മഴയായിരുന്നു അന്ന് സംസ്ഥാനത്ത് ലഭിച്ചത്. 2014 ഡിസംബറിൽ ആഞ്ഞടിച്ച സുനാമിയായിരുന്നു കൂടുതൽ ജീവൻ നഷ്ടമായ മറ്റൊരു ദുരന്തം. സമാനതകളില്ലാത്ത ഈ ദുരന്തം ക്രിസ്മസിൻ്റെ പിറ്റേന്നായിരുന്നു. രാജ്യത്താകെ മരണസംഖ്യ 12,000 കടന്നപ്പോൾ കേരളത്തിൽ മരിച്ചത് 177 പേരായിരുന്നു. കൊല്ലത്തും ആലപ്പുഴയിലുമായിരുന്നു കൂടുതൽ ആഘാതമുണ്ടായിരുന്നത്. 1961 പാലക്കാട് അട്ടപ്പാടിയിൽ 2 ഇടത്ത് മലയിടിഞ്ഞ് 73 പേരായിരുന്നു മരിച്ചത്. പിന്നീട് കൂടുതൽ മരണം സംഭവിച്ചത് പെട്ടിമുടി ഉരുൾപൊട്ടലായിരുന്നു. 2020 ഓഗസ്റ്റ് 6 രാത്രിയായിരുന്നു പെട്ടിമുടിയിലെ ദുരന്തം. പെട്ടിമുടിയിലെ ലയങ്ങളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളായിരുന്നു അന്ന് ദുരന്തത്തിന് ഇരയായത്. 22 വീടുകളിലായി കഴിഞ്ഞിരുന്ന 70 പേരായിരുന്നു അന്ന് മരിച്ചത്. പെട്ടിമുടിയിലെ തിരച്ചിൽ അന്ന് 19 ദിവസം നീണ്ടുനിന്നതായിരുന്നു. 66 മൃതദേഹങ്ങളായിരുന്നു കണ്ടെടുത്തത്. 4 മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുമുണ്ട്. 8 കുടുംബങ്ങൾ മാത്രമായിരുന്നു ഉരുൾപൊട്ടലിൽ അന്ന് രക്ഷപ്പെട്ടത്. മറ്റൊരു ഓഗസ്റ്റ് മാസമായിരുന്നു കവളപ്പാറയിൽ ഉരുൾപൊട്ടിയത്. 2019 ഓഗസ്റ്റ് 6 കവളപ്പാറ മുത്തപ്പൻ കുന്നിൽ ഉരുൾപൊട്ടിയപ്പോൾ മണ്ണിനടിയിലായത് 45 വീടുകളായിരുന്നു. 59 പേരായിരുന്നു അന്ന് മരിച്ചത്. പെട്ടിമുടിയിലേക്കാൾ ശ്രമകരമായിരുന്നു മൃതദേഹങ്ങൾക്കുള്ള തിരച്ചിൽ. 20 ദിവസം നീണ്ട തിരച്ചിലായി 48 മൃതദേഹങ്ങൾ കണ്ടെത്തി. 11 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് ഔദ്യോഗിക വിവരം. അങ്ങനെ കേരളം നേരിട്ട അല്ലെങ്കിൽ അതിജീവിച്ച ദുരന്തങ്ങൾ ഒരുപാടാണ്. അപ്രതീക്ഷിതമായി എത്തുന്ന ഇത്തരം ദുരന്തങ്ങളിൽ തളരാതെ അതിജീവിക്കാൻ ഒറ്റക്കെട്ടായി പരിശ്രമിക്കുന്നവരാണ് മലയാളികൾ. അപ്രതീക്ഷിതമായി എത്തുന്ന ദുരന്തങ്ങൾ പോലെയല്ല കാലാകാലങ്ങളായി നമ്മൾ കാത്തിരിക്കുന്ന വലിയ അപകടമാണ് മുല്ലപ്പെരിയാർ. മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ കാലവർഷം ഒന്ന് ശക്തിപ്പെട്ടാൽ മാത്രം ഓർക്കുന്നതും ചർച്ചാ വിഷയമാകുന്നതുമായ ഒന്നാണ് മുല്ലപ്പെരിയാർ. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൻ്റെ ദുസ്വപ്നങ്ങളിൽ മുല്ലപ്പെരിയാർ ഒരു കാലനായി വന്നിട്ട് വർഷങ്ങളാകുന്നു. ഓരോ കാലവർഷം എത്തുമ്പോഴും മുല്ലപ്പെരിയാർ വിഷയം ചർച്ചയ്ക്ക് വെക്കുമെങ്കിലും വേണ്ട നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. കലിതുള്ളിയ മഴ കാരണം എന്ന് മുല്ലപ്പെരിയാർ കേരളത്തിൻ്റെ ജനതയുടെ കാലനാവുമെന്ന് ആർക്കും പറയാൻ കഴിയാത്ത ദിനങ്ങൾ. കേരളത്തിലെ 3.5 കോടിക്ക് മേലെ വരുന്ന ജനങ്ങളിൽ എത്ര പേർ തങ്ങളിൽ പലരുടെയും അന്ധകരാകാൻ സാധ്യതയുള്ള മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റിയും ബോധവാന്മാരാണ്. ഭൂരിപക്ഷത്തിനും കാര്യമൊന്നും അറിയില്ല എന്ന് തന്നെ വേണം കരുതാൻ. ലക്ഷക്കണക്കിന് മലയാളിയുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിൻ്റെ വാളുപോലെ മുല്ലപ്പെരിയാർ തൂങ്ങിയാടാൻ തുടങ്ങിയിട്ട് കാലം കുറേയാകുന്നു. നിർമ്മാണ കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഇതായിരുന്നെങ്കിലും ചുണ്ണാമ്പും സുർക്കി മിശ്രിതവും കരിങ്കല്ലുമൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ വർഷങ്ങൾക്കധികം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ഇന്ന് ലോകത്തിലേക്ക് ഏറ്റവും പഴക്കമുള്ള ഭൂഗുരുത്വ അണക്കെട്ട്. 1896 ഈ അണക്കെട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ കാലത്ത് 50 കൊല്ലത്തിലധികം ഇത്തരം അണക്കെട്ടുകൾ ആയുസ്സില്ലെന്ന് അണക്കെട്ടിൻ്റെ ശില്പിയായ
പെന്നി ക്വിക്ക് എന്ന ബ്രിട്ടീഷുകാരൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ പോലും സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ അണക്കെട്ടിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. മുല്ലപ്പെരിയാറിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടു വരുന്ന വെള്ളം അതിൻ്റെ ഇടയിൽ കുടുങ്ങുന്ന വൻ മരങ്ങളെയും ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെയും വലിയ കെട്ടിടങ്ങളെയും അതിൻ്റെ വഴിയിലുള്ള എല്ലാത്തിനെയും കൊണ്ട് വരിക. ഇതിൻ്റെ താഴെ ഇടുക്കി ഡാമാണുള്ളത്. പിന്നെ ചെറുതോണി, കുളമാവ് ഡാം എന്നിങ്ങനെ 20-ൽ 10ഓളം ഡാമുകൾ. അവസാനം അത് 4 ജില്ലകളെ പൂർണ്ണമായും, അതായത് ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളെയും 2 ജില്ലകളെ ഭാഗികമായും ഇല്ലാതാക്കും. പിന്നീട് അത് ചെന്ന് പതിക്കുന്നത് നേരെ കടലിലേക്കായിരിക്കും. ഇത്രയും ശക്തിയായിട്ട് മുല്ലപ്പെരിയാർ കുത്തിയൊലിച്ച് കടലിലേക്ക് വരുമ്പോൾ താൽക്കാലികമായി കടലൊന്ന് പിറകോട്ട് പോകും. പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ അത് തിരിച്ചടിക്കും. മുല്ലപ്പെരിയാർ ശരിക്കു പറഞ്ഞാൽ ഒരു ജല ബോംബ് തന്നെയാണ്. ഓരോ മലയാളിയുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു ജലബോംബ്. പെട്ടിമലയും കവളപ്പാറയും ഇപ്പോൾ മുണ്ടക്കയും അങ്ങനെ കേരളത്തിലെ അതിജീവനം തുടരുകയാണ്. അടുത്തൊരു മുല്ലപ്പെരിയാർ ദുരന്തം ഉണ്ടാവാതിരിക്കാൻ ഈ മഴക്കാലത്തെങ്കിലും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രത്യാശിക്കാം.